പാർത്ഥസാരഥി ഏലിയാസ് അല്ല, സ്വാമി ചൈതന്യാനന്ദ സരസ്വതി. അയാൾ സ്വയം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. കാഷായ വസ്ത്രത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച കുറ്റവാളിയാണ്. ഡൽഹി വസന്ത് കുഞ്ചിലെ 17 പെൺകുട്ടികളാണ് ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്ത് വന്നത്. പഠനത്തിൽ മിടുക്കരായ കുട്ടികളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുതലെടുത്ത് കബളിപ്പിച്ച് അതിക്രമം കാട്ടിയ ക്രിമിനൽ ബാബ. ഒളിവിടത്തിൽ നിന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്യാല ഹൗസ് കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ വിട്ടു. ഇയാൾ നടത്തിയ തട്ടിപ്പുകളും പുറത്തുവന്നതോടെ പോലീസ് നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ചൈതന്യാനന്ദ സരസ്വതിയെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. 5 ദിവസവും കർശനമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് ലൈംഗികാതിക്രമ കേസിലാണ്. അതിനപ്പുറത്തേക്ക് ഒരു തട്ടിപ്പിൻ്റെ ശൃംഖല തന്നെ ഈ ചൈതന്യാനന്ദ സരസ്വതി സ്വയം പ്രഖ്യാപിത ആൾ ദൈവം നടത്തി വന്നിരുന്നു. ഒരുപാട് ദിവസം നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് ഇയാളെ ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇയാളെ പരിശോധിച്ച സമയത്ത് 2 വിസിറ്റിംഗ് കാർഡുകൾ, കള്ള വിസിറ്റിംഗ് കാർഡുകൾ പിടികൂടി. ഒന്ന്, ഇയാൾ ബ്രിക്സിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഇയാൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത്. അതായത് ആളുകളെ പല രീതിയിൽ തട്ടിപ്പിലൂടെ ഇയാളുടെ വരുതിയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അത്തരത്തിലുള്ള നടപടികളുമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വന്നത്. 17 പെൺകുട്ടികളാണ് ഇയാളുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന 17 പെൺകുട്ടികളാണ് ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമ കേസ് നൽകിയിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഇയാൾ മോശമായി പെരുമാറി, മോശമായിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു. ആ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവനക്കാർ പോലും, അതായത് ഹോസ്റ്റൽ വാർഡന്മാർ ഉൾപ്പെടെ ഇയാളുടെ ആവശ്യകതകളോട് സഹകരിക്കണമെന്നുള്ള കാര്യം ഈ പെൺകുട്ടികളെ പറഞ്ഞ് പലരും വഴങ്ങിപ്പിച്ചു, പലരും ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള പരാതികളൊക്കെ നൽകിയിട്ടുണ്ട്. 32 പെൺകുട്ടികളുടെ മൊഴിയെടുത്തു. അതിലാണ് 17 പെൺകുട്ടികളും ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു ശേഷം നടപടി പോലീസ് ശക്തമാക്കിയിരുന്നു. അതായത് 28 ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പല ബാങ്ക് അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 8 കോടി രൂപ അതും മരവിപ്പിച്ചു. അങ്ങനെ ഇയാളെ രക്ഷപ്പെടാൻ ഒരു അവസരവും നൽകാതെ എല്ലാ പഴുതുകളും അടച്ചാണ് പോലീസ് പൂട്ടിയിരിക്കുന്നത്. 2003-ലും 2009-ലും ഈ സ്വാമിക്കെതിരെ സമാനമായിട്ടുള്ള കേസുകൾ, അതായത് ലൈംഗിക അതിക്രമ കേസും അതുപോലെ തട്ടിപ്പ് കേസുകളും ഉണ്ടായിരുന്നു. അതിലൊരു തവണ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ എല്ലാത്തിൽ നിന്നും ഊരി പോവുകയായിരുന്നു. ഇത്തവണ അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എല്ലാ തരത്തിലും ഇയാളെ വളഞ്ഞിട്ട് പൂട്ടുക എന്നുള്ളൊരു നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ ഇയാളെ സംബന്ധിച്ച് കൂടുതൽ തട്ടിപ്പുകളുടെയും കൂടുതൽ അതിക്രമങ്ങളുടെയും വിവരം ചോദ്യം ചെയ്യലിലൂടെ കണ്ടുപിടിക്കാനും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.